തൃശൂർ നഗരത്തിലൂടെയുള്ള അപകടകരമായ സ്കേറ്റിംഗ് ചെയ്ത പ്രതി പിടിയിൽ. മുംബൈ സ്വദേശി സുബ്രത മണ്ഡലാണ് പിടിയിലായത്. അപകടകരമായി സ്കേറ്റിംഗ് ചെയ്ത പുതിയ ദൃശ്യങ്ങളും പുറത്തെത്തി. क्या नाम है आपका? सुधीर। गांव किधर है? कोलकाता। कभी कहाँ जा रहा है आप? कहाँ जा रहा है? सलून। किधर है सलून? किधर सलून किधर है? अरे है ना तालूर। തലൂർ. കൂടുതൽ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, ഇയാൾക്കെതിരെ പോലീസ് നേരത്തെ തന്നെ കേസെടുത്തിട്ടുണ്ട്. എവിടെ വെച്ചായിരുന്നു ഇയാൾ പിടിയിലായത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഈ യുവാവ് തൃശൂർ സ്വരാജ് റൗണ്ടിലൂടെ അപകടകരമായ രീതിയിൽ സ്കേറ്റിംഗ് നടത്തിയത്. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് പുറകിൽ ഞണ്ടി സ്കേറ്റ് ചെയ്തും അതുപോലെ 2 ബസ്സുകൾ പോകുമ്പോൾ അതിനിടയിൽ കൂടി സ്കേറ്റ് ചെയ്ത് ബസ്സിനെ മറികടന്ന് ഏറെ ദൂരം യുവാവ് സ്വരാജ് റൗണ്ടിലൂടെ തന്നെ സ്കേറ്റിംഗ് നടത്തി പിന്നീട് എംഒ റോഡ് വഴി ശക്തൻ നഗറിലേക്ക് പോവുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ സഹിതം കേരള വിഷൻ വാർത്ത നൽകിയിരുന്നു. കേരള വിഷൻ ഉൾപ്പെടെയുള്ള മറ്റു മാധ്യമങ്ങളും വാർത്ത നൽകിയിരുന്നു. ഈ വാർത്തയ്ക്ക് എല്ലാം അടിസ്ഥാനമാക്കിയാണ് പോലീസ് ഈ യുവാവിനെതിരെ അതിന്റെ അടുത്ത ദിവസം തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സ്വമേധയാ കേസ് എടുത്തിരുന്നു. പക്ഷേ പോലീസ് നടത്തിയ തൃശൂർ നഗരത്തിൽ ഉള്ള പോലീസിന്റെ തന്നെ CCTVകളെല്ലാം പരിശോധിച്ചെങ്കിലും ഈ യുവാവിനെ തിരിച്ചറിയാനായില്ല. യുവാവ് പോയ വഴികളെല്ലാം കണ്ടെത്തി. ശക്തൻ നഗർ വഴി പച്ചക്കറി മാർക്കറ്റ് കൂടി മനോരമ ജംഗ്ഷൻ വരെ യുവാവ് സ്കേറ്റ് ചെയ്ത് പോകുന്ന ദൃശ്യങ്ങളൊക്കെ അന്ന് തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ യുവാവ് ആരെന്നോ എവിടെയെന്നോ എന്നുള്ള ഒരു വിവരവും അന്ന് ലഭിച്ചിരുന്നില്ല. തുടർന്ന് പോലീസ് കേസെടുത്ത് ഇയാളെ കുറിച്ച് അന്വേഷിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് ഉച്ചയോടെ 11 മണിയോടെ യുവാവിനെ വീണ്ടും തൃശൂർ നഗരത്തിൽ സ്വരാജ് റൗണ്ടിൽ കൂടെ സ്കേറ്റ് ചെയ്ത് വരുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മുനിസിപ്പൽ ഓഫീസ് റോഡ് വഴി സ്കേറ്റ് ചെയ്ത് വരുന്നതിനിടെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ തടഞ്ഞു നിർത്തി ഇയാളെ പിടികൂടുകയായിരുന്നു. പിടികൂടി തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. എത്തിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഈ യുവാവ് സ്കേറ്റ് ചെയ്തിരുന്ന സ്കേറ്റിംഗ് ഷൂവും ധരിച്ചിരുന്ന ഹെൽമറ്റും ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. ആ ദൃശ്യങ്ങളിലുണ്ട്. എന്തായാലും യുവാവിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടാനുള്ള വകുപ്പ് പ്രകാരമാണ് കേരള പോലീസ് ആക്ട് KP ആക്ട് പ്രകാരമാണ് കേസ് അന്ന് എടുത്തിരുന്നത്. അത് പ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടയക്കും. ഈ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് പുതിയ യുവാവിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ആ ദൃശ്യങ്ങൾ പുതുക്കാട് ദേശീയപാതയ്ക്ക് സമീപത്തുള്ള സർവീസ് റോഡിലൂടെ സ്കേറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത്. ആ സമയത്ത് സ്കേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ദേശീയപാതയിലൂടെ ഇരുചക്ര വാഹനത്തിൽ വന്നിരുന്ന യുവാക്കളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ആ ദൃശ്യങ്ങൾ പറയുന്ന പ്രകാരമാണെങ്കിൽ പോലീസിനോടും അത് തന്നെയാണ് പറഞ്ഞത്. അതായത് ഈ യുവാവിന്റെ സഹോദരൻ പുതുക്കാടുള്ള ഒരു സലൂണിൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടേക്ക് എത്തിയതാണ് യുവാവ് എന്നാണ് പറയുന്നത്. എന്തായാലും പിടിയിലായ ആള് മുംബൈ സ്വദേശിയാണ്. സുബ്രത മണ്ഡൽ എന്ന് പറയുന്ന 25 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവാണ് പിടിയിലായിട്ടുള്ളത്. എന്തായാലും അപകടകരമായ സ്കേറ്റിംഗിന് വാർത്തകൾക്കും കോലാഹലങ്ങൾക്കും ഒടുവിൽ യുവാവ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ആതിര. ശരി, അനീഷ് ആന്റണിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.